മക്കളെ, ഇന്ന് നമുക്ക് ഹാത്തിയോങ്കി രഹഗുസർ എന്ന യാദവേന്ദ്രൻ്റെ ഘടനാവർണ്ണനം നോക്കാം. ഫുൾ മലയാളത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. ഇതെന്താണ് സംഭവം എന്ന് മലയാളത്തിൽ പറയുകയാണ് വിശദമായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാത്തിയോങ്കി രഹഗുസർ എന്ന് പറഞ്ഞാൽ ആനകൾ ജീവിക്കുന്നു എന്നാണ്. ആനകൾ ജീവിക്കുന്നു. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു വനത്തിലാണ് ഈ സംഭവം നടന്നത്. ഒരു പെണ്ണാന തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. നഗരത്തിലേക്ക് സൈക്കിൾ ചവിട്ടുന്ന ഒരു യുവാവ് ഇത് പകർത്തി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വീഡിയോ വൈറലായി. ഒരു ആനയും കുഞ്ഞുങ്ങളും റോഡ് മുറിച്ച് കടക്കുന്നത് ഇതാദ്യമായിരുന്നില്ല. ഇവിടുത്തെ പ്രത്യേകത ഒരു ആനക്കുട്ടി വളരെ ചെറുതായിരുന്നു എന്നതാണ്. റോഡിനും കാടിനും ഇടയിൽ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു. ചെറിയ ആനയ്ക്ക് ഡിവൈഡറിൻ്റെ അതേ ഉയരമാണ് ഉണ്ടായിരുന്നത്. പെണ്ണാനയും അവളുടെ മൂത്ത കുട്ടികളും എളുപ്പത്തിൽ ഡിവൈഡർ മുറിച്ചു കടന്നു. പക്ഷേ ഇളയ ആന പിന്നിൽ തന്നെ നിന്നു. അമ്മ വിഷമിച്ചു. അതിനാൽ കാട്ടിലേക്ക് പോകുന്നതിന് പകരം അവൾ റോഡിലേക്ക് തിരിഞ്ഞ് കുഞ്ഞിനെ നോക്കി. കുഞ്ഞിനെ ഡിവൈഡർ കടക്കാൻ കഴിഞ്ഞില്ല. ആന ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. എന്നിട്ട് ഡിവൈഡറിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുട്ടിയെ തുമ്പിക്കൈകൊണ്ട് താങ്ങി പിന്നിൽ നിന്ന് തള്ളി മതിൽ കടക്കാൻ വേണ്ടിയിട്ട്, ആ ഡിവൈഡർ കടക്കാൻ വേണ്ടി സഹായിച്ചു. അപ്പോൾ മാത്രമേ അവന്, ആ ആനക്കുട്ടിക്ക്, ഡിവൈഡർ കടക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ അവർ 3 പേരും കാട്ടിലേക്ക് പോയി. ഈ ജോലി 15 മുതൽ 20 മിനിറ്റ് വരെ എടുത്തു. അതേസമയം ആളുകൾ റോഡിൻ്റെ ഇരുവശത്തു നിന്നും അവരുടെ വാഹനങ്ങൾ നിർത്തി ഈ സ്നേഹനിർഭരമായ ശ്രമത്തെ ക്ഷമയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആനകളുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഋഷികേശിൽ നിന്ന് ഹരിദ്വാറിലേക്ക് മടങ്ങുകയായിരുന്നു. രാജാജി ഫോറസ്റ്റ് റിസർവിലെ ചില റേഞ്ചിലൂടെ കടന്നുപോയി. വൈകുന്നേരമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു ഇടുങ്ങിയ മലവെള്ളപ്പാച്ചിൽ റോഡ് മുറിച്ചു കടക്കുന്നു. നദിയുടെ ഇരുവശത്തുമുള്ള ബോർഡുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: ഇത് ആന കടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ ആനകളെ കണ്ടാൽ നിർത്തുക. അവ റോഡ് മുറിച്ചു കടക്കട്ടെ. ഈ ബോർഡ് കാണുന്നത് എന്നെ എപ്പോഴും ആകർഷിച്ചു. പക്ഷേ ആനകൾ റോഡ് മുറിച്ച് കടക്കുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഇത്തവണ ഞങ്ങൾ എത്തിയ ഉടനെ നദിയുടെ ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളും നിർത്തി. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. ചിലർ കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഓൺ ചെയ്തിരുന്നു. എൻ്റെ കണ്ണുകൾ മുന്നിൽ ഒരു വലിയ ആന എൻ്റെ കൺമുമ്പിൽ പതിഞ്ഞു. ഇത്രയും വലിയ ആനയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. 60 മുതൽ 70 മീറ്റർ വരെ നീളമുള്ള ആന. ചെറുതും വലുതുമായ 20ഓളം ആനകളുടെ ഒരു കൂട്ടം വൃത്താകൃതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആനകൾ കൂട്ടം ചേർന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ നടുവിൽ നിർത്തിയിരുന്നു. കുഞ്ഞുങ്ങൾ നടുവിലായിരുന്നു. വലിയ ആനകളാൽ ചുറ്റപ്പെട്ടിരുന്നു. പക്ഷേ കുട്ടികൾ എന്നും കുട്ടികൾ തന്നെ. ഓരോ മിനിറ്റിലും ഒരു കുട്ടി സ്വതന്ത്രമായി ആ ആനകളുടെ വലയത്തിൽ നിന്നും വേർപെട്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. വലിയ ആനകൾ അതിനെ പിടിച്ച് വൃത്തത്തിലേക്ക് തിരികെ കൊണ്ടുവരും. എല്ലാം വളരെ രസകരമായിരുന്നു. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായത് തലവൻ, അതായത് വലിയ ആന, കൂട്ടത്തെ നയിച്ച രീതിയായിരുന്നു. ആനക്കൂട്ടം അവ നിന്നിടത്ത് തന്നെ തുടർന്ന് നിൽക്കുകയാണ്. നേതാവ് പതുക്കെ റോഡിലേക്ക് നടക്കുന്നു. പതുക്കെ
ചുവടുകൾ വെച്ചുകൊണ്ട് എല്ലാ ദിശകളിലേക്കും നോക്കി ശ്രദ്ധയോടുകൂടി വലിയ ആന മുമ്പോട്ടേക്ക് നടക്കുന്നു. റോഡിലെത്തിയ ഉടനെ ആന നാലാമത്തെ ദിശയിലേക്കും, അതായത് പിന്നിലേക്കും മുന്നിലേക്കും നോക്കിയതിന് ശേഷം 4 ദിക്കിലും നോക്കി. എന്നിട്ട് ആരും തൻ്റെ കൂട്ടത്തെ ആക്രമിക്കാനില്ല എന്ന് പൂർണ്ണമായും ഉറപ്പാക്കിയതിന് ശേഷം മറ്റുള്ള ആനകളെ അപകടമില്ല എന്ന് അറിയിക്കുന്നു. ലീഡർ ആന 2-3 മിനിറ്റ് റോഡിൻ്റെ നടുവിൽ നിന്നു. ആ ലീഡറായിട്ടുള്ള ആന 2-3 മിനിറ്റ് റോഡിൻ്റെ നടുവിൽ നിന്നു. പിന്നെ ചുറ്റും വട്ടമിട്ട് നോക്കി. പിന്നെ റോഡ് മുറിച്ച് കിടക്കുന്ന എല്ലാവരും റോഡ് മുറിച്ച് കിടക്കുന്നു. എന്നിട്ട് അവർ ഗംഗാ നദിക്കരയിലുള്ള കാട്ടിലേക്ക് പോയി. ഏകദേശം 50 മീറ്റർ മുന്നോട്ട് നീങ്ങിയതിന് ശേഷം വീണ്ടും തിരിഞ്ഞു നോക്കി. അവൻ പൂർണ്ണമായും സംതൃപ്തനായിരുന്നു. പിന്നെ അവൻ തിരിഞ്ഞ് തൻ്റെ സ്ഥലത്തേക്ക് പോയി. വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് അവരുടെ സ്ഥലത്തേക്ക് തന്നെ പോയി. ആ ആന തൻ്റെ വംശത്തിലേക്ക് നടന്നു. റോഡിൻ്റെ മധ്യത്തിൽ നിർത്തി വീണ്ടും ചുറ്റും നോക്കി. തൻ്റെ വംശത്തിന് മടങ്ങി കുടുംബം ക്ഷമയോടെ ആ നേതാവിനെ കാത്തിരുന്നു. നേതാവ് അവരോട് എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ലീഡർ ആന വഴി നയിക്കുന്നതും അതിൻ്റെ കൂട്ടം പിന്നിൽ പിന്തുടരുന്നതും ഗംഗയിലേക്ക് പോകുന്നതും ഞങ്ങൾ കണ്ടു. അവൻ്റെ കുടുംബം മുഴുവൻ വെള്ളം കുടിക്കാൻ കാട്ടിലേക്ക് അവനെ അനുഗമിച്ചു. ഇത്രയും ഗൗരവത്തോടെയും ക്ഷമയോടെയും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ആരെയും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യനെ പോലും. ഇത്രയാണ് ഈ ആനയുടെ കഥയുള്ളത്. ഇനി നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം.